അതിസങ്കീർണമായ മനുഷ്യൻ്റെ തലച്ചോറ് അല്ലേ. ഇപ്പോൾ നമ്മൾ ചില സ്ട്രോക്കൊക്കെ വന്ന പേഷ്യൻസിൽ അഫേസിയ എന്ന് പറയും, സംസാരിക്കാൻ പറ്റില്ല. സ്ട്രോക്ക് ബാധിച്ച ആളുകൾ സംസാരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ രണ്ട്, ഒരു സെൻസറി അഫേസിയ എന്ന് പറയും. അതായത് അയാൾക്ക് നമ്മൾ പറയുന്നതൊന്നും മനസ്സിലാവില്ല, തിരിച്ചു പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അയാൾ എന്തൊക്കെയോ പറയും, നമ്മൾ ചോദിച്ചതല്ല പറയാം. കാരണം അയാൾക്ക് ചോദിച്ചത് നമ്മളെ ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അയാൾ നമ്മൾ പറയണതല്ല അയാൾ മനസ്സിലാക്കുക, പക്ഷെ തിരിച്ചയാൾ വേറെന്തൊക്കെയോ പറയും. അതേപോലെ ചില ആളുകൾ കരയും അല്ലേ, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റും പക്ഷെ തിരിച്ചു പറയാൻ പറ്റില്ല. മോട്ടോർ അഫേസിയ എന്ന് പറയും. ഇതൊക്കെ എന്താ കാരണം? ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന രക്തക്കോയിലുകൾ, ഈ രക്തക്കോയിൽ ബ്ലോക്കായി അതുണ്ടാവും, ഈ രക്തക്കോയിൽ ബ്ലോക്കായി എങ്ങനെ സംഭവിക്കും അല്ലേ? മോട്ടോർ അഫേസിയ എന്ന് പറയും. പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ചില ആളുകൾ പറയും വാപ്പ ഇങ്ങനെ കാര്യം, നമ്മൾ എന്ത് പറഞ്ഞാലും വാപ്പ ഇങ്ങനെ കാര്യം കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആ ചിന്തകൾ നമ്മൾ പറയണൊക്കെ മനസ്സിലാകുന്നുണ്ട് പക്ഷെ തിരിച്ചു പറയാൻ പറ്റുന്നില്ല അല്ലേ. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് അസുഖങ്ങളുണ്ട്. ഒരു 40-45-50 വയസ്സായി കഴിഞ്ഞാൽ തലച്ചോറിലെ കോശങ്ങൾക്കൊക്കെ പ്രായാധിക്യം വന്ന് പിന്നെ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അവർക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ മന്ദബുദ്ധികളായ കുട്ടികൾ പെരുമാറുന്നത് പോലെ എന്താണ്, അവിടെ മലം വിസർജിച്ച് അതൊക്കെ ചുമരിൽ തേച്ച് വളരെ നമ്മൾ കണ്ടാൽ കരഞ്ഞു പോകുന്ന തരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ മാറുന്നു. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മളെ തലച്ചോറിലെ ചെറിയ രാസമാറ്റങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് പറയുമ്പം, ഇതൊക്കെ സംഭവിക്കാതെ ഒരു 50 വയസ്സ് 40 വയസ്സ് വരെ ഞാൻ ജീവിച്ചു എന്നത് അത് ഈ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവം ഒന്നുകൊണ്ട് മാത്രമാണ് സഹോദരങ്ങളെ. അങ്ങനെ ഒരു സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടാവിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല.